കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 15 1 മുതൽ 3 വരെയും 11 മുതൽ 32 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് ചുങ്കക്കാരും പാപികളുമെല്ലാം അവൻ്റെ വാക്കുകൾ കേൾക്കാൻ അടുത്ത് വന്നുകൊണ്ടിരുന്നു. ഫരിസേരും നിയമജ്ഞരും പിറുപിറുത്തു, ഇവൻ പാപികളെ സ്വീകരിക്കുകയും അവരോടുകൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു. അവൻ അവരോട് ഈ ഉപമ പറഞ്ഞു. അവൻ പറഞ്ഞു, ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഇളയവൻ പിതാവിനോട് പറഞ്ഞു, പിതാവേ, സ്വത്തിൽ എൻ്റെ ഓഹരി എനിക്ക് തരിക. അവൻ സ്വത്ത് അവർക്കായി ഭാഗിച്ചു. ഏറെ താമസിയാതെ ഇളയ മകൻ എല്ലാം ശേഖരിച്ചുകൊണ്ട് ദൂരദേശത്തേക്ക് പോയി. അവിടെ ധൂർത്തനായി ജീവിച്ച് സ്വത്ത് നശിപ്പിച്ചു കളഞ്ഞു. അവനെല്ലാം ചെലവഴിച്ചു കഴിഞ്ഞപ്പോൾ ആ ദേശത്തൊരു കഠിന ക്ഷാമമുണ്ടാവുകയും അവൻ ഞെരുക്കത്തിലാവുകയും ചെയ്തു. അവൻ ആ ദേശത്തൊരു പൗരൻ്റെ അടുത്ത് അഭയം തേടി. അയാൾ അവനെ പന്നികളെ മേയ്ക്കാൻ വയലിലേക്ക് അയച്ചു. പന്നി തിന്നിരുന്ന തവിടെങ്കിലും കൊണ്ട് വയറ് നിറയ്ക്കാൻ അവൻ ആശിച്ചു. പക്ഷേ ആരും അവന് കൊടുത്തില്ല. അപ്പോൾ അവന് സുബോധമുണ്ടായി. അവൻ പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ എത്രയോ ദാസന്മാർ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു, ഞാനോ ഇവിടെ വിശന്ന് മരിക്കുന്നു. ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകും. ഞാൻ അവനോട് പറയും, പിതാവേ, സ്വർഗത്തിനെതിരായി നിൻ്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. നിൻ്റെ പുത്രനെന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല. നിൻ്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ. അവൻ എഴുന്നേറ്റ് പിതാവിൻ്റെ അടുത്തേക്ക് ചെന്നു. ദൂരെ വെച്ച് തന്നെ പിതാവ് അവനെ കണ്ടു. അവൻ മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. മകൻ പറഞ്ഞു, പിതാവേ, സ്വർഗത്തിനെതിരായും നിൻ്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. നിൻ്റെ പുത്രനെന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല. പിതാവാകട്ടെ തൻ്റെ ദാസരോട് പറഞ്ഞു, ഉടനെ മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുവിൻ. ഇവൻ്റെ കയ്യിൽ മോതിരവും കാലിൽ ചെരുപ്പും അണിയിക്കുവിൻ. കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന് കൊല്ലുവിൻ. നമുക്ക് ഭക്ഷിച്ച് ആഹ്ലാദിക്കാം. എൻ്റെ ഈ മകൻ മൃതനായിരുന്നു, അവനിതാ വീണ്ടും ജീവിക്കുന്നു. അവൻ നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ വീണ്ടും കിട്ടിയിരിക്കുന്നു. അവർ ആഹ്ലാദിക്കാൻ തുടങ്ങി. അവൻ്റെ മൂത്ത മകൻ വയലിലായിരുന്നു. അവൻ തിരിച്ചു വരുമ്പോൾ വീടിനടുത്ത് വെച്ച് സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും ശബ്ദം കേട്ടു. അവനൊരു വേലക്കാരനെ വിളിച്ച് കാര്യം തിരക്കി. വേലക്കാരൻ പറഞ്ഞു, നിൻ്റെ സഹോദരൻ തിരിച്ചു വന്നിരിക്കുന്നു. അവനെ സസുഖം തിരിച്ചു കിട്ടിയതുകൊണ്ട് നിൻ്റെ പിതാവ് കൊഴുത്ത കാളക്കുട്ടിയെ കൊന്നിരിക്കുന്നു. അവൻ കോപിച്ച് അകത്ത് കയറാൻ വിസമ്മതിച്ചു. പിതാവ് പുറത്തു വന്ന് അവനോട് സാന്ത്വനങ്ങൾ പറഞ്ഞു. എന്നാൽ അവൻ പിതാവിനോട് പറഞ്ഞു, നോക്കൂ, എത്ര വർഷമായി ഞാൻ നിനക്ക് ദാസവേല ചെയ്യുന്നു. ഒരിക്കലും നിൻ്റെ കൽപ്പന ഞാൻ ലംഘിച്ചിട്ടില്ല. എങ്കിലും എൻ്റെ കൂട്ടുകാരോടൊത്ത് ആഹ്ലാദിക്കാൻ ഒരാട്ടിൻകുട്ടിയെപ്പോലും നീ എനിക്ക് തന്നില്ല. എന്നാൽ വേശ്യകളോട് കൂട്ടുചേർന്ന് നിൻ്റെ സ്വത്തെല്ലാം ധുർത്തടിച്ച നിൻ്റെ ഈ മകൻ തിരിച്ചു വന്നപ്പോൾ അവനു വേണ്ടി നീ കൊടുത്ത കാളയെ കൊന്നിരിക്കുന്നു. അപ്പോൾ പിതാവ് പറഞ്ഞു, മകനെ, നീ എപ്പോഴും എന്നോട് കൂടെ ഉണ്ടല്ലോ. എനിക്കുള്ളതെല്ലാം നിൻ്റേതാണ്. ഇപ്പോൾ നമ്മൾ ആനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും വേണം. എന്തെന്നാൽ നിൻ്റെ ഈ സഹോദരൻ മൃതനായിരുന്നു, അവനിപ്പോൾ ജീവിക്കുന്നു. നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ കണ്ടുകിട്ടിയിരിക്കുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, സാധാരണ ധൂർത്തപുത്രൻ്റെ ഉപമ നമ്മൾ ധ്യാന വിഷയമാക്കുമ്പോൾ ഏറ്റവും അധികമായിട്ട് ധ്യാനിക്കുന്നത് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ധൂർത്തിനെക്കുറിച്ചും ആ സ്നേഹവലയത്തിൽ നിന്നും അകന്നുപോയ ധൂർത്തപുത്രനെക്കുറിച്ചും ആ സ്നേഹവലയത്തെക്കുറിച്ചുള്ള സുബോധം അവനെ തിരിച്ച് താനൊരു മകനാണെന്നുള്ള സുബോധം അവനെ തിരിച്ച് അപ്പൻ്റെ സ്നേഹത്തിലേക്ക് കൊണ്ടുവരുന്നൊക്കെയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മളതിനേക്കാളും കൂടുതലായിട്ട് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന അതിശക്തമായ സന്ദേശം മൂത്ത മകൻ നമുക്ക് തരുന്നുണ്ട്. നമ്മളാരും തന്നെ ദൈവസ്നേഹ വലയത്തിൽ നിന്നും അത്ര കണ്ട് അകന്നു പോകുന്നവരാണെന്ന് തോന്നുന്നില്ല. കാരണം നമ്മളൊക്കെ പള്ളി വരുന്നവരും പ്രാർത്ഥിക്കുന്നവരും കർത്താവിനെ വിളിക്കുന്നവരൊക്കെയാണ്. പക്ഷേ മൂത്ത മകൻ്റെ ഒരു ദുരവസ്ഥയുണ്ട്, അത് നമുക്ക് സംഭവിക്കാം.
പിതാവിൻ്റെ കൂടെയായിരുന്നിട്ടും ദൈവസ്നേഹത്തിൻ്റെ വലയത്തിൽ തന്നെ ആയിരുന്നിട്ടും ദൈവസ്നേഹം അനുഭവിക്കാൻ പറ്റാത്ത ഒരു ദുരവസ്ഥ. മകനായി കൂടെ താമസിച്ചിട്ടും ഒരു ദാസനെ പോലെ, ഒരു അടിമയെ പോലെ ജീവിക്കുന്ന ദുരവസ്ഥ. ദാമ്പത്യത്തിലൊക്കെ പലപ്പോഴും കണ്ടിട്ടുള്ള കാര്യമാണ്. ദാമ്പത്യ ബന്ധങ്ങളിൽ സ്നേഹത്തിൻ്റെ വലയത്തിലായിരുന്നിട്ടും ഒരുമിച്ച് ജീവിക്കുന്നുണ്ട്, ഒരുമിച്ച് കിടക്കുന്നുണ്ട്, ഒരുമിച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ടും സ്നേഹം പരസ്പരം പങ്കുവയ്ക്കാനോ സ്നേഹം മനസ്സിലാക്കാനോ പറ്റാത്ത ചില ദുരവസ്ഥയുണ്ട്. ഇത് വലിയൊരു അപകടകരമായ അവസ്ഥയാണ്. അത് കുടുംബജീവിതത്തിൽ മാത്രമല്ല, ഏത് വിളി സ്വീകരിച്ചവരാണ് നമ്മളെങ്കിലും ആ വിളിയിൽ നാം അനുഭവിക്കേണ്ട സ്നേഹത്തിൻ്റെ ഒരു അനുഭവമുണ്ട്. ഒരു പൗരോഹിത്യ ജീവിതം, സമർപ്പണ ജീവിതം ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ, സ്വന്തമാക്കിയിരിക്കുന്ന ഞങ്ങൾ, ദൈവ സ്നേഹത്തിൻ്റെ വലയത്തിലാണ് എന്ന് കരുതുന്ന ഞങ്ങൾ ആ സ്നേഹം അനുഭവിക്കേണ്ടവരുണ്ട്, അല്ലെങ്കിൽ അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. ഒരു പൗരോഹിത്യ വിളി സ്വീകരിച്ചിട്ട് ഈ വിളിയിൽ എനിക്ക് ദൈവസ്നേഹം അനുഭവിക്കാൻ പറ്റാത്തൊരവസ്ഥ വരികയാണെങ്കിലോ, നിരന്തരം പരാതി പറഞ്ഞ് പരിഭവം പറഞ്ഞ് നോക്കി, ഒരു അപ്പൻ്റെ സ്നേഹവലയത്തിൽ കടന്നിരുന്ന മൂത്ത മകൻ തിരിച്ചു വന്ന് വേലക്കാരടക്കം ആനന്ദിക്കുന്ന സമയത്ത് ഇവന് സന്തോഷിക്കാൻ പറ്റണില്ല. സ്വന്തം കൂടപ്പിറപ്പ് തിരിച്ചു വന്നു എന്നുള്ളത് കുടുംബത്തിൻ്റെ ഒരു സന്തോഷത്തിൽ ഈ മൂത്ത മകന് സന്തോഷിക്കാൻ പറ്റുന്നില്ല. അവൻ ഇങ്ങനെ ചെയ്ത, അവൻ വല്ലാതെ ദേഷ്യപ്പെടുകയും ഭവനത്തിനുള്ളിൽ കയറാൻ വിസമ്മതിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. വീട്ടിനുള്ളിൽ കയറാൻ പറ്റിയില്ല എന്ന് പുറത്ത് നിൽക്കുമായിരുന്നു. എന്നിട്ട് അപ്പൻ പുറത്തേക്ക് വന്നിട്ടാണ് ഇവനോട് കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ അവൻ പറഞ്ഞൊരു കാര്യം എന്നാണെന്നറിയോ? ഞാൻ ഇത്രയും നാൾ നിൻ്റെ കൂടെ ഉണ്ടായിരുന്നിട്ടും, ഞാൻ നിനക്ക് ദാസവേല ചെയ്തിട്ടും, കണ്ടോ വാക്കുകൾ നോക്കിയേ, ദാസവേല ചെയ്തെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഒരു ദാസനെ പോലെ ജീവിച്ചെന്ന്, ഒരു അടിമയെ പോലെ ജീവിച്ചേ. മകനായിട്ട് ആ അപ്പൻ്റെ സ്നേഹം അനുഭവിച്ച് ജീവിക്കേണ്ടവൻ ഒരു അടിമയെ പോലെ ആ സ്നേഹ വലയത്തിൽ എക്കാലവും കഴിയുകയാണ്. സ്നേഹം അനുഭവിക്കാൻ പറ്റും. അതിനേക്കാളും വലിയ ദുരവസ്ഥ. ധൂർത്തപുത്രനാണ് സ്നേഹത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഇടക്കാലത്ത് എവിടെ വെച്ച് അപ്പൻ്റെ ആ സ്നേഹത്തെക്കുറിച്ച് സുബോധം ഉണ്ടായി ഇവൻ തിരിച്ചു വന്ന്. മൂത്ത മകനോ ഇത്രയും വർഷം അപ്പൻ്റെ സ്നേഹവലയത്തിലാണ് കഴിഞ്ഞതെങ്കിലും ആ സ്നേഹം അനുഭവിക്കാൻ പറ്റാത്തൊരവസ്ഥ. അതല്ലേ ഏറ്റവും വലിയ ദുരവസ്ഥ. ഇത് നമുക്കൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ള ദുരവസ്ഥയാണ്. ഒരു സമർപ്പണ ജീവിതത്തിൻ്റെ, സന്യസ്ത ജീവിതത്തിൻ്റെ, കുടുംബജീവിതത്തിൻ്റെ ഒക്കെ ഒരു സ്നേഹത്തിൻ്റെ വലയിലാണ് നമ്മൾ ആയിരിക്കുന്നതെങ്കിലും സ്നേഹം അനുഭവിക്കാൻ പറ്റാത്തൊരു ദുരവസ്ഥ നമുക്കെല്ലാം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മൂത്ത മകന് സംഭവിച്ചത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും കൂടുതൽ ഉചിതം എന്നെനിക്ക് തോന്നുകയാണ്. ഇളയ മകൻ അപ്പൻ്റെ സ്നേഹവലയത്തിൽ നിന്ന് അകന്നിട്ട്, ഞാൻ അപ്പൻ്റെ വലയത്തിൽ നിന്ന് അകന്നുപോയി, ഒരടിമയെ പോലെ ആയ സമയത്ത് ഞാൻ അടിമയാകേണ്ടവനല്ല, മറിച്ച് മകനായിട്ട് ജീവിക്കേണ്ടവനാണ്. എൻ്റെ ഭവനത്തിൽ എത്രയോ ദാസന്മാർ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു എന്നാ പറഞ്ഞത്. എന്നിട്ട് ഞാൻ മകനായിട്ട് അടിമയെ പോലെ ജീവിക്കുന്നു. ഈ അടിമത്തത്തെ തിരിച്ചറിഞ്ഞ് മകനെന്നുള്ള പദവിക്കനുസരിച്ച് ജീവിക്കാൻ തീരുമാനമെടുത്തവനാണ് ഇളയ മകൻ. പക്ഷെ മൂത്ത മകൻ എക്കാലവും മകനായിരുന്നിട്ടും അടിമയെ പോലെ തൻ്റെ ജീവിതം ജീവിച്ചവനാണ്. അതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്, അടിമകളല്ല. ഈ മക്കൾ എന്നുള്ള പദവിക്കനുസരിച്ച് ആത്മീയ സ്വാതന്ത്ര്യത്തിലും ദൈവസ്നേഹ അനുഭവത്തിലും കർത്താവിൻ്റെ കരുണ അനുഭവിച്ച് ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മളെന്നുള്ള തിരിച്ചറിവാണ് ഇന്നത്തെ വായനകളിലൂടെ എല്ലാം വചനം നമുക്ക് തരിക. അതുകൊണ്ട് ഈ വചനത്തിൻ്റെ സന്ദേശം ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ദൈവമകനാണ്, ദൈവമകളാണ്, ആ സ്നേഹവലയത്തിൽ എന്നും ജീവിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഉള്ള കൃപയ്ക്കായി ഈ ബലിയിലൂടെ പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആമേൻ.